നമസ്കാരം. ആഗോള ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ വരികൾ കൊണ്ട് എഴുതി വെക്കാൻ കഴിയാത്ത അത്രയും തീക്ഷ്ണമായ വികാരങ്ങളും കണ്ണീരും സമ്മാനിച്ചുകൊണ്ട് 2026 നോർത്ത് അമേരിക്കൻ ലോകകപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയമിടിപ്പ് കൂട്ടി 48 രാജ്യങ്ങൾ മാറ്റുരച്ച ഈ മഹാമേളയിൽ ഇനി അവശേഷിക്കുന്നത് വെറും 8 ടീമുകൾ മാത്രമാണ്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് ഓരോ രാജ്യത്തിൻ്റെയും കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ജീവൻ മരണ പോരാട്ടമായിരിക്കും. കളിമൈതാനത്ത് വീഴുന്ന ഓരോ വിയർപ്പ് തുള്ളിയും ഓരോ കണ്ണീർ കണവും ചരിത്രമായി മാറുന്ന ഈ നിമിഷത്തിൽ ക്വാർട്ടർ ഫൈനലിൽ മാറ്റുരയ്ക്കുന്ന 8 ടീമുകളുടെ യാത്രയും അവരെ കാത്തിരിക്കുന്ന ചരിത്രപരമായ വസ്തുതകളും ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തുകയാണ്. ജൂലൈ 19 ന്യൂയോർക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് ആ സ്വർണ്ണ കപ്പിൽ മുത്തമിടാൻ ആർക്കൊക്കെയാണ് യോഗമെന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ദിവസങ്ങളാണ് ജൂലൈ 9 മുതൽ 11 വരെ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകത്തെ മഹാരാജാക്കന്മാരായിരുന്ന ബ്രസീലും ജർമ്മനിയും ഇല്ലാതെ ഒരു ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ എന്നത് ആരാധകരുടെ ഹൃദയം തകർക്കുന്ന ഒന്നാണ്. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ 2 വൻശക്തികളും ഇല്ലാതെ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം അരങ്ങേറുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ പ്രതാപകാലങ്ങളെല്ലാം ഈ 2 രാജ്യങ്ങളുടെ പേരുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു. എങ്കിൽ ഇത്തവണത്തെ ടൂർണമെൻറ്റ് പഴയ രാജാക്കന്മാരുടെ പതനത്തിൻ്റെയും പുത്തൻ ശക്തികളുടെ ഉദയത്തിൻ്റെയും വികാരനിർഭരമായ സാക്ഷ്യപത്രമായി മാറുന്നു. അതേസമയം കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലെ വിസ്മയങ്ങളായിരുന്ന അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, മൊറോക്കോ എന്നീ 4 ടീമുകൾ ഇത്തവണയും തങ്ങളുടെ പോരാട്ട വീര്യം നിലനിർത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയ അർജന്റീനയും ഫ്രാൻസും ഇത്തവണയും ഫൈനൽ വരെയുള്ള യാത്രയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ് എന്നതിനാൽ വീണ്ടും ഒരു ക്ലാസിക് ഫൈനലിനുള്ള സാധ്യതകൾ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ നെഞ്ചിലെ തീ കൂട്ടുന്നുണ്ട്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും ലോകകപ്പിൻ്റെ സുവർണ കിരീടം തൊടാൻ കഴിയാത്ത 4 രാജ്യങ്ങളാണ് ഇത്തവണ വലിയ പ്രതീക്ഷകളോടെ ഈ 8 ഇടം നേടിയിരിക്കുന്നത്. ബെൽജിയം, മൊറോക്കോ, സ്വിറ്റ്സർലാൻഡ്, നോർവേ എന്നീ രാജ്യങ്ങളുടെ ജനത തങ്ങളുടെ കന്നി ലോകകപ്പ് സ്വപ്നവുമായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇതിൽ നോർവേയുടെ ചരിത്രം കൂടുതൽ വികാരനിർഭരമാണ്. വിഖ്യാത സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിൻ്റെ കരുത്തിൽ കഴിഞ്ഞ റൗണ്ടിൽ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ചാണ് നോർവേ തങ്ങളുടെ ചരിത്രത്തിലാദ്യമായ ഒരു ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. തങ്ങളുടെ കൺമുന്നിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നത് കാണാൻ ആ നോർവീജിയൻ ജനത ഇന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും കൂടുതൽ തവണ കളിച്ച് പരിചയസമ്പത്തുള്ള ഇംഗ്ലണ്ടാണ് അവരുടെ അടുത്ത എതിരാളികൾ എന്നത് ഈ മത്സരത്തിൻ്റെ ആവേശം ഇരട്ടിയാക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ അഭിമാനമായി മാറിയ മൊറോക്കോയുടെ കഥയും ഒട്ടും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ലോകകപ്പിൽ സെമി ഫൈനൽ വരെ എത്തി ചരിത്രം കുറിച്ച അറ്റ്ലസ് ലയൺസ് ഇത്തവണയും തങ്ങളുടെ പോരാട്ട വീര്യം കൈവിട്ടിട്ടില്ല. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന റെക്കോർഡ് ഇതിനകം തന്നെ അവർ സ്വന്തമാക്കി കഴിഞ്ഞു. വരാനിരിക്കുന്ന പോരാട്ടത്തിൽ തങ്ങളുടെ പഴയ വൈരികളായ ഫ്രാൻസിനെയാണ് അവർക്ക് നേരിടാനുള്ളത്. അതിനാൽ ഓരോ മൊറോക്കൻ ആരാധകനും പ്രതികാരത്തിൻ്റെയും പ്രതീക്ഷയുടെയും കനലുകളിലാണ് ജീവിക്കുന്നത്. ഈ ടൂർണമെൻറ്റിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഉരുക്കുകോട്ട പോലെ പ്രതിരോധം തീർത്ത സ്പെയിനിൻ്റെ പ്രകടനം ഇറ്റലിയിലെ പഴയ ലോകകപ്പ് ഓർമ്മകളെ ഉണർത്തുന്നതാണ്. 5 മത്സരങ്ങളിൽ 1 പോലും ഗോൾ വഴങ്ങാത്ത സ്പെയിൻ ബെൽജിയത്തെ നേരിടുമ്പോൾ കളിമൈതാനത്ത് തീ പാറുമെന്നത് ഉറപ്പായ കാര്യം. ലോകകപ്പ് ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടവും ചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇതിഹാസ താരം ലയണൽ മെസ്സി 8 ഗോളുകളോടെ മുന്നിൽ നിൽക്കുമ്പോൾ 7 ഗോളുകളുമായി യുവരാജാക്കന്മാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും തൊട്ട് പിന്നാലെയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ എംബാപ്പയും ഫുട്ബോളിൻ്റെ രാജാവായി കരിയർ അവസാനിപ്പിക്കാൻ മെസ്സിയും ആദ്യമായി ചരിത്രം കുറിക്കാൻ ഹാലൻഡും പരമാവധി ശ്രമിക്കുമ്പോൾ ഈ ലോകകപ്പിൻ്റെ ക്ലൈമാക്സ് ലോകം കണ്ട ഏറ്റവും വലിയ കായിക വിസ്മയമായി മാറുമെന്നതിൽ സംശയമില്ല. ഓരോ മത്സരവും വെറുമൊരു കളിയല്ല, ഒരു രാജ്യത്തിൻ്റെ കണ്ണീരും വിയർപ്പും ജീവനുമാണെന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പുൽമൈതാനത്തിറങ്ങുന്ന ഈ 8 ടീമുകൾക്കായി കാൽപന്ത് ലോകം കണ്ണും കാതും കുറിപ്പിച്ച് കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.